പെഹൽഗാം ആക്രമണം ആര് നടത്തി, അവരെവിടെ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇതുവരെ അതിലെ പ്രതികളെ പിടിച്ചിട്ടില്ല നൗഫൽ, അത് മനസ്സിലാക്കണം. ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് പ്രതികളെ പിടിക്കുന്നില്ല? ഒരു മലഞ്ചെരുവിൽ എത്തിപ്പെടാൻ പ്രയാസമുള്ളൊരു മലഞ്ചെരുവിലാണല്ലോ ഈ ആക്രമണം നടക്കുന്നത്. അവിടെ റോഡ് വഴി വാഹനത്തിലോ വന്ന് അങ്ങനെ ആക്രമണം നടത്തി പോകാൻ പറ്റില്ല. അത്രയും ദുർബലമാണോ ഇന്ത്യയുടെ മിലിറ്ററി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? അവിടെ വരുന്നു, ഒരു ആക്രമണം നടത്തുന്നു, അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു, അവർ സുരക്ഷിതമായി തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജമ്മു കാശ്മീരിലാണെങ്കിൽ മൊത്തം ലോ ആൻഡ് ഓർഡർ മുഴുവൻ കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ സംസ്ഥാന സർക്കാരിന് അതിലൊരു റോള് പോലും ഇല്ല. ലഫ്റ്റനൻറ്റ് ഗവർണറാണ് അതിൻ്റെ ഉത്തരവാദി, ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഉത്തരവാദി. അദ്ദേഹം കഴിഞ്ഞ ദിവസം സമ്മതിച്ചല്ലോ. അദ്ദേഹം സമ്മതിച്ചു, വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ചു. ഇങ്ങനെയാണോ വേണ്ടത്? ഈ ഇത്രയും ഇന്ത്യ നോക്കൂ, നമ്മളുടെ ഓർമ്മയിലില്ലാത്ത വിധം അതിക്രൂരമായ ഒരു ആക്രമണം നടക്കുന്നു. അതിൽ മനുഷ്യർ, ഇന്ത്യക്കാരായ ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുന്നു. ഒരാളെങ്കിലും പിടിക്കണ്ടേ അതിൽ? അല്ലെങ്കിൽ എന്തുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയണ്ടേ? നേരത്തെ നോക്കൂ, ഈ UPA കാലത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് മോഡി പ്രസംഗിച്ചത് നമ്മളെ മുമ്പിലുണ്ട്. അതിർത്തികൾ നിങ്ങളുടെ കയ്യിലല്ലേ, എന്തുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നു? റിസർവ് ബാങ്ക് നിങ്ങളുടെ കയ്യിലല്ലേ, എങ്ങനെ അവർക്ക് പണമെത്തുന്നു? കടൽ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലേ, എങ്ങനെ അവരിങ്ങോട്ട് കടന്നു വരുന്നു എന്നൊക്കെ പ്രസംഗിച്ച ആളാണ്. ഇത് ആക്രമണം ഉണ്ടായി മനുഷ്യർ കൊല്ലപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച ആളാണ്. അങ്ങനെ പ്രചാരണം നടത്തി പ്രധാനമന്ത്രി ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നു മാത്രമല്ല, അവർ സുരക്ഷിതമായി എവിടെയോ അവരുടെ സങ്കേതത്തിൽ എവിടെയോ അവർ പോയി ഒളിച്ചിരിക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, പാകിസ്ഥാനെ നമ്മൾ ആക്രമിക്കുന്നു. പാകിസ്ഥാനെ നമ്മൾ ആക്രമിച്ച ശേഷം പൊടുന്നനെ നമ്മൾ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ആർമി സ്പോക്സ് പേഴ്സൺ നമ്മളോട് പറയുന്നത്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നമ്മളോട് പറയുന്നത്. പൊടുന്നനെ ഇത് നിൽക്കുന്നു. പൊടുന്നനെ നിന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് നിന്നു എന്നതിനെക്കുറിച്ച് നമ്മുടെ ലീഡർഷിപ്പ് ഒരു വിശദീകരണം നൽകുന്നില്ല. എവിടെ നിന്നാണ് വിശദീകരണം വരുന്നത്? നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹത്തിൻ്റെ ട്വീറ്റല്ല, എന്താണ് ട്രൂത്ത് സോഷ്യൽ. ഈ ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയിട്ടാണ് നമ്മൾ അറിയുന്നത് ഇത് നിൽക്കാൻ പോകണം. പുള്ളി പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിർത്താൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിൽക്കും എന്ന് പറഞ്ഞ് പുള്ളി പറയുന്നു. അപ്പോൾ അവിടെ എഗൈൻ ഒരു പ്രശ്നം വരുന്നു. എങ്ങനെ ട്രംപ് ഇതിൽ ഇടപെട്ടു? നമ്മുടെ ഈ എല്ലാ കാലത്തുമുള്ള നിലപാട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം നമ്മൾ തന്നെ അങ്ങ് പരിഹരിച്ചോളും. കാശ്മീർ എന്ന് പറയുന്നത് ഒരു തേർഡ് ഏജൻസി അതിനകത്ത് ഇടപെടേണ്ടതില്ല, ഒരു അന്താരാഷ്ട്ര വിഷയമല്ല, ഇത് ബൈലാറ്ററൽ ഇഷ്യൂ ആണ്, അത് ഞങ്ങൾ തമ്മിൽ പരിഹരിക്കുമെന്നുള്ളതാണ്. ഇതിനെ അന്താരാഷ്ട്രവൽക്കരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അമേരിക്ക ഇതിൽ ഇടപെടുന്നു, അങ്ങനെ പറയുന്നു ഞാൻ പറഞ്ഞിട്ടാണ് ഇവർ നിർത്തിയത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ ട്രംപിൻ്റെ ഈ ക്ലെയിമിന് മറുപടിയായിട്ട് അന്ന് ജയശങ്കർ, വിദേശകാര്യമന്ത്രി ജയശങ്കർ എന്താ പറഞ്ഞത്? അത് ശരിയല്ല, പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അതെങ്ങനെയാണ്? പാകിസ്ഥാൻ ഒരു റിക്വസ്റ്റ് വെക്കുമ്പോഴേക്ക് നിർത്തി കൊടുക്കാനാണോ നമ്മുടെ പരിപാടി? പാകിസ്ഥാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നത്? അവർ പരാജയപ്പെടുന്നൊന്നും കണ്ടിട്ടല്ലേ? അപ്പോൾ അവർ പരാജയപ്പെടുമ്പോൾ, അവർ തളരുമ്പോൾ അവർ ഒന്ന് നിർത്തിത്തരുമെന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിർത്തി കൊടുക്കുകയാണോ ഇന്ത്യ ചെയ്യേണ്ടത്? ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഇതിന് ഇവർ മറുപടി പറയുന്നില്ല. അപ്പോൾ ഇത് നിരന്തരം രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുണ്ടായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് വെച്ചാൽ, നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുതരം ഹിസ്റ്ററിക് പാട്രിയോട്ടിസം, ഉന്മാദ ദേശീയത ഉയർത്തിയിട്ട് രാജ്യസ്നേഹത്തിൻ്റെ ഒരു കവചം സൃഷ്ടിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റാത്ത, ഒരു തരത്തിലുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ മറുവാദങ്ങളോ ഉന്നയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഈ പറയുന്ന സംഘ് പരിവാറും അവരുടെ സംഘടനാ സംവിധാനങ്ങളും അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങളൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ അതല്ല. ആ ഒരു കവചം, ഈ പറയുന്ന എന്താണ്, പാട്രിയോട്ടിസം ഈസ് എ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ എന്ന് പറയുമല്ലോ, ആ പാട്രിയോട്ടിസത്തെ മുൻനിർത്തി കവചം സൃഷ്ടിക്കാനുള്ള ശ്രമം അത് പാളിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കൊക്കെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ പറ്റുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, മല്ലിക ഖഡ്ഗെ ചോദിക്കുന്നു, മറുപടി വരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് നിരന്തരം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് 4 or 5, I think 5 എന്നാണ് പറഞ്ഞത്. 5 ഇന്ത്യ അതിൻ്റെ നമ്പർ പറയുന്നില്ല. ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുണ്ടായ പ്രതികരണം CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, അദ്ദേഹം കൺഫേം ചെയ്യുന്നുണ്ട്. എന്താ കൺഫേം ചെയ്യുന്നത്? യെസ്, വി ലോസ്റ്റ് എയർക്രാഫ്റ്റ്, ദാറ്റ്സ് എ ഫാക്ട്, ബട്ട് ദ നമ്പർ ഡസൻ മാറ്റർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇത് എവിടെയാണ് പറയുന്നത്? ഇദ്ദേഹം ഒരു വിദേശ രാജ്യത്ത് പോയിട്ട്, സിംഗപ്പൂരിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്.
നമുക്ക് ഇന്ത്യയിലെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ പദവിയാണ്. ഭരണഘടനാ പദവിയുള്ള പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് നിരന്തരം ചോദിക്കുന്നു. ഇത് നമുക്ക് എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു, നമ്മുടെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഈ അമേരിക്കൻ പത്രങ്ങളൊക്കെ കാണുന്നു, പലരും അങ്ങനെ പറയുന്നു, എന്താ ഇതിൻ്റെ വാസ്തവം എന്ന് അദ്ദേഹം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി പറയണ്ടേ? ഡിഫൻസ് മിനിസ്റ്റർ പറയണ്ടേ? അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പറയണ്ടേ? അവരാരും ഒന്നും പറയുന്നില്ല. CDS സിംഗപ്പൂരിൽ ഒരു സ്വകാര്യ പരിപാടിയിൽ അവിടെ നിന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുകയാണ്, യെസ് വി ലോസ്റ്റ് എയർക്രാഫ്റ്റ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റ് എന്ന വാക്കുണ്ടല്ലോ, അത് ഇംഗ്ലീഷ് ഭാഷയിൽ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാമെന്നാണ്. വി ലോസ്റ്റ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ അതിനെ മനസ്സിലാക്കേണ്ടത്? ഒരു എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് കരുതാം, ഒന്നിലധികം എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് കരുതാം. അദ്ദേഹം ദാറ്റ്സ് എ ഫാക്ട് ആൻഡ് നമ്പർ ഡസൻ മാറ്റർ എന്നുകൂടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ ഒന്നല്ല എന്ന് ഉറപ്പാണ്, നമ്പർ ഡസൻ മാറ്റർ. അദ്ദേഹം പറയുന്നുണ്ട് റിസൾട്ടാണ് പ്രധാനം. പിന്നെ പറയുന്നുണ്ട് അതെ, നഷ്ടപ്പെട്ടതല്ല പ്രശ്നം, അതിനുശേഷം നമ്മൾ ടാക്ടിക്സിലെടുത്ത മാറ്റങ്ങൾ എന്താണ്, സ്ട്രാറ്റജിയിലെടുത്ത മാറ്റങ്ങൾ അതൊക്കെ ശരി തന്നെ. ഇപ്പോൾ യുദ്ധവിമാനം നഷ്ടപ്പെടുക എന്നൊക്കെയുള്ളത് സംഭവിക്കാമെന്നാണ്. അതുകൊണ്ട് യുദ്ധവിമാനം നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു മഹാ അപരാധം സംഭവിച്ചു എന്നുള്ളതല്ല. പക്ഷേ പിന്നെ ഇത്തരം ഡീറ്റെയിൽ ഒരു യുദ്ധത്തിൻ്റെ സർവ്വ ഡീറ്റെയിലും ജനങ്ങളോട് പറയാനും പറ്റില്ല. പക്ഷേ ഇത് പുറം നാട്ടുകാർ ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയാണ്, അമേരിക്കൻ മാധ്യമങ്ങൾ പറയാണ്, ന്യൂയോർക്ക് ടൈംസ് പറയാണ്, വാൾ സ്ട്രീറ്റ് ജേണൽ പറയാണ്, നമ്മുടെ CDS തന്നെ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് പറയാണ്. ഇങ്ങനെയാണോ വേണ്ടത്? രാജ്യനിവാസികളോടുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ നമുക്ക് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന, അതാണ് നമ്മുടെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തോട് സംസാരിക്കുന്നില്ല, പാർലമെൻറ്റിനോട് സംസാരിക്കുന്നില്ല, രാജ്യനിവാസികളെ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇങ്ങനെയല്ലല്ലോ പോകേണ്ടത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് രാജ്യനിവാസികളെ വിശ്വാസത്തിലെടുക്കാതെ പാർലമെൻറ്റ് സെഷൻ വിളിച്ചു ചേർക്കാതെ ഒളിച്ചു കളിക്കുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയോ ഒളിച്ചു കളിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല ഇത് മൊത്തം ഈ ഒരു സംഗതി ഡീൽ ചെയ്യുന്നതിൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷയാണെങ്കിലും അതിനെ തുടർന്നുണ്ടായ നടപടികളാണെങ്കിലും അത് ഡീൽ ചെയ്യുന്നതിൽ അതിനെങ്ങനെയെങ്കിലും പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യാൻ മാത്രമേ അവർ ശ്രമിക്കുന്നുള്ളൂ, അതേ അറിയുന്നുള്ളൂ. ഇപ്പോൾ നമുക്കറിയാമല്ലോ പുൽവാമ ആക്രമണം ഉണ്ടായതിനു ശേഷം എന്താണ് സംഭവിച്ചത്? പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ അതെങ്ങനെ വോട്ടാക്കി മാറ്റാമെന്നാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയല്ല. ഈ രാജ്യസ്നേഹം എന്നുള്ളത്, ദേശത്തിൻ്റെ സുരക്ഷ എന്നുള്ളതൊക്കെ ഒരു പൊളിറ്റിക്കൽ എൻകാഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംഗതി മാത്രമായിട്ട് കാണുകയും യഥാർത്ഥത്തിൽ ഇതൊന്നും നടക്കാതിരിക്കുകയും ചെയ്യുന്നുള്ളൊരു പ്രശ്നമാണ്. ഇതാണ് ചൈനീസ് അതിർത്തിയിൽ നടക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ അയൽപ്പക്കത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അയൽപ്പക്ക രാജ്യങ്ങളും ഹോസ്റ്റൈലായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു രാജ്യത്തിനും ഗുണകരമല്ല. നമ്മളങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിരി പോകുന്ന മാൽഡീവ്സും നേപ്പാളും വരെ ഹോസ്റ്റൈലായിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അനുഭവമാണ്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ ഗൗരവമായ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ ചോദ്യങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ് ട്രംപിൻ്റെ ഇടപെടൽ എന്നാണ് എനിക്ക് തോന്നുന്നത്.